ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ മുഹമ്മയിൽ ജ്വല്ലറി ഉടമയെ വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണഞ്ചേരി സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത്. മോഷണ കേസിലെ പ്രതിയുമായി ജ്വല്ലറിയിൽ പോലീസ് തെളിവെടുപ്പിനെത്തിയപ്പോഴാണ് സംഭവം. മനീഷ് മഹിവാൾ ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഇങ്ങനെ അതും ആ മോഷണ കേസിൽ പ്രതിയെ പിടികൂടിയ ശേഷം ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് ഉടമ പോയത്? ഗോകുൽ, 3 ദിവസം മുൻപാണ് കടുത്തുരുത്തിയിൽ വെച്ച് ഒരാളെ സ്വർണ്ണ മോഷണ കേസിൽ കടുത്തുരുത്തി പോലീസ് പിടികൂടുന്നത്. പിന്നീട് ഇയാൾ മോഷ്ടിച്ച സ്വർണം കൊണ്ടുപോയി വിറ്റത് ഈ മുഹമ്മയിലെ മുഹമ്മ ജംഗ്ഷനിലെ ഒരു ജ്വല്ലറിയിലാണെന്ന് പോലീസ് കണ്ടെത്തി. ഇയാൾ അങ്ങനെ മൊഴി നൽകി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ ജ്വല്ലറിയിൽ ഇന്ന് വൈകിട്ട് കടുത്തുരുത്തി പോലീസ്, അവിടെയുള്ള മണ്ണഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ കടുത്തുരുത്തി പോലീസ് ഈ ജ്വല്ലറിയിൽ എത്തി പരിശോധന നടത്തിയത്. സാധാരണ പോലീസിന്റെ തെളിവെടുപ്പിൽ ഈ സ്വർണം റിക്കവറി ചെയ്യുകയോ അങ്ങനെയുള്ള മറ്റ് നടപടികളായിരിക്കും സ്വീകരിക്കുക. ആ സമയത്താണ് ഈ ജ്വല്ലറിയിൽ തന്നെ ഉപയോഗിക്കുന്ന ഈ സ്വർണ്ണപ്പണിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ദ്രാവകം ഇദ്ദേഹം കഴിക്കുകയായിരുന്നു. അത് ആദ്യം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. പിന്നീട് തെളിവെടുപ്പിനിടയിൽ ഇദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് വിഷം കഴിച്ചു എന്നുള്ള വിവരം ഈ രാധാകൃഷ്ണൻ തന്നെ പറയുന്നത്. ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി 62-കാരൻ രാധാകൃഷ്ണനാണ് ഈ നിലയിൽ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചിട്ടുള്ളത്. പോലീസ് ഇത് സംബന്ധിച്ച് പറയുന്നത് ഈ സ്വർണത്തിന്റെ തെളിവെടുപ്പിന് വേണ്ടി എത്തുന്ന സമയത്ത് ഇയാൾ വല്ലാത്ത രീതിയിൽ അസ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വർണം തിരിച്ച് റിക്കവറി ചെയ്യാനുള്ള സ്വർണം ചിലപ്പോൾ ജ്വല്ലറി ഇല്ലാത്തതോ മറ്റ് അഭിമാന പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കാം ഈ രീതിയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നാണ്. എന്തെങ്കിലും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ കൂടിയുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് കുറച്ചുകൂടി കാര്യങ്ങൾ ഇനി വ്യക്തമാക്കേണ്ടതുണ്ട്. ഗോകുൽ, ശരി. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.